എങ്കിൽ എനിക്ക് പറ്റിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അഭിമാന പുരസ്കാരം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കാൻ പോകുന്ന നാടകം അല്ലെങ്കിൽ യാഥാർത്ഥ്യം, പച്ചയായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഫേക്ക് ഡെർമറ്റോളജിസ്റ്റുകൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫേക്ക് ഡെർമറ്റോളജിസ്റ്റുകളോ എന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടോ? ഒരു ഉദാഹരണം പറയും. ഒരു സിനിമയിലെ ജഗതിയാണെങ്കിൽ ഒരു വൈദ്യരാണ്. പുള്ളിയുടെ അടുത്ത് വരുന്ന ഏത് രോഗികൾക്കും പുള്ളി ഒരു ഒറ്റമൂലി പ്രയോഗം അങ്ങോട്ട് നടത്തും. അതങ്ങോട്ട് കൊടുത്ത് അവർ കുടിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ അസുഖം മാറി ഇങ്ങോട്ട് കടന്നു വരുന്നവർ അങ്ങോട്ട് തുള്ളിച്ചാടിയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം കൊടുക്കുന്ന ഒറ്റമൂലി എന്താണ് ജഗതി കൊടുക്കുന്നത്? അതായത് കാട്ടിൽ നിന്ന് 5-6 പച്ചല പറിച്ചുകൊണ്ട് വന്നിട്ട് പാരസെറ്റമോളിന്റെ പാക്കറ്റിൽ നിന്ന് ഒരു പാരസെറ്റമോൾ എടുത്ത് ഇതിന്റെ കൂടെ ഇട്ടിട്ട് പുള്ളി ഒരു തുപ്പും കൂടെ തുപ്പും. ഈ തുപ്പലെല്ലാം കൂടെയും കലക്കി ഇങ്ങനെ അരച്ച് കലക്കി ഈ പേഷ്യൻസിന് കൊടുക്കും. അങ്ങനത്തെ ചില വ്യാജ വൈദ്യന്മാരുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. അവരെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തും. അതിനു മുന്നേ കഴിഞ്ഞ കുറേ വീഡിയോകളിൽ എനിക്ക് വന്ന കോമൺ ആയിട്ടുള്ള കമൻ്റാണ്, നിങ്ങൾക്ക് എന്താ കോങ്കണ്ണാണോ എന്നുള്ളത്. ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് കോങ്കണ്ണില്ല. ഞാൻ ഈ ലെൻസിൽ നോക്കി സംസാരിക്കുന്നില്ല. ഞാൻ ഈ ക്യാമറ അങ്ങോട്ട് ഓൺ ചെയ്തിട്ട് എന്നെ കാണുമ്പോൾ എന്നെ നോക്കി സംസാരിക്കും. നമ്മുടെ മുന്നിൽ ഒരു എക്സാമ്പിൾ കണ്ടോ, ഞാനിപ്പോൾ എന്നെയാണ് നോക്കുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്ക് കോങ്കണ്ണാണെന്ന്? പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ, എനിക്ക് കോങ്കണ്ണില്ല. അപ്പോൾ ഫേക്ക് ഡെർമറ്റോളജിസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് യാതൊരു കഷ്ടപ്പാടുമില്ല, കൺസൾട്ടേഷൻ ചാർജ് ഒന്നും കൊടുക്കണ്ട. ജസ്റ്റ് നമ്മൾ യൂട്യൂബ് അങ്ങോട്ട് എടുക്കുക. ഇതുപോലെയുള്ള ചില ബ്യൂട്ടി വ്ളോഗേഴ്സ്, ചിലർ, എല്ലാവരെയും കുറിച്ച് ഞാൻ പറയത്തില്ല കേട്ടോ, ചില ബ്യൂട്ടി വ്ളോഗേഴ്സ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ പ്രമോഷനൊക്കെ കിട്ടി കുറച്ച് ബ്യൂട്ടി വ്ളോഗിങ് ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്ന ആളുകൾ നമ്മുടെ സ്കിന്നിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനുള്ള പരിഹാരം അവരുടെ കയ്യിലുണ്ട്. അതായത് ഒറ്റ ക്രീമായിരിക്കും അല്ലെങ്കിൽ ഒറ്റ സിറമായിരിക്കും. അതിലവർ പറയുന്ന കാര്യങ്ങൾ പിമ്പിൾ ഉണ്ടാവില്ല, ആക്നെ ഉണ്ടാവില്ല, റാഷസ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് വൈറ്റ് കാസ്റ്റ് ഉണ്ടാവില്ല, ഇതുപോലുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല, ഇത് യൂസ് ചെയ്താൽ മതിയെന്ന്. അങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇവരുടെ വീഡിയോ കണ്ടിട്ട്, ഇപ്പോൾ രാവിലെ വീഡിയോ കണ്ടിട്ട് ഉച്ചയ്ക്ക് നമ്മൾ പോകും ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി, സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി ഇത് തപ്പിയെടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഇവരുടെ വീഡിയോയിൽ അടുത്ത പ്രോഡക്റ്റുമായിട്ട് വന്ന് അതും കാലാകാലങ്ങളായിട്ട് ഇവർ യൂസ് ചെയ്ത് തന്നതാണ് എന്ന്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമെങ്കിലും നമ്മൾ ഇവർ പറയുന്നത് കേട്ടങ്ങ് വിശ്വസിക്കും. എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നമ്മുടെ ഡോക്ടേഴ്സ്, നമ്മളിപ്പം പൈസ മുടക്കി കൺസൾട്ടേഷൻ ഫീസൊക്കെ കൊടുത്തിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന എത്ര മെഡിസിൻ നമ്മൾ വാങ്ങിക്കും, എത്ര ഫേസ് വാഷസ്, ക്രീംസ് ഒക്കെ നമ്മൾ വാങ്ങിക്കും? ഇല്ല, ഒരെണ്ണം കുറച്ചിട്ട് മറ്റേത് മതി കേട്ടോ എന്ന് പറയും. പക്ഷേ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് പറയുന്ന എന്ത് പൊട്ട സാധനങ്ങളും കണ്ണും പൂട്ടി വാങ്ങിക്കും. എനിക്ക് വളരെയധികം പരിചയമുള്ള ഒരു വ്യക്തി കഴിഞ്ഞ വർഷത്തിന്റെ മുന്നത്തെ വർഷം ഒരു നാട്ടിൽ വന്നപ്പോൾ, കാനഡയിൽ നിന്ന് നാട്ടിൽ വന്ന സമയത്ത് ദ ഡെർമാക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങി. ഒരു ബ്ലൂ ബോട്ടിലായിരുന്നെന്ന് തോന്നുന്നു. ആ സമയത്ത് പ്രമുഖ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഡെർമാക്കോ എന്ന് പറഞ്ഞിട്ട്, അതാന്ന് തോന്നുന്നു. അതെ, ആ പ്രോഡക്റ്റ് അവർ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നത് പിഗ്മെന്റേഷൻ കംപ്ലീറ്റ് മാറി, ഡാർക്ക് സ്പോട്ട് എല്ലാം മാറി, നമ്മുടെ സ്കിൻ ഭയങ്കര ഗ്ലോ ആകും, ഭയങ്കര പെർഫെക്റ്റ് ആകും, അതായത് നല്ല ഇങ്ങനെ ഒരു പേപ്പർ ഫിനിഷിലേക്ക് എത്തും എന്നുള്ള രീതിയിൽ എല്ലാ ബ്യൂട്ടി വ്ളോഗേഴ്സും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫാമിലി വ്ളോഗിങ്ങിൽ നിന്നൊക്കെ ബ്യൂട്ടി വ്ളോഗർ എന്നുള്ള ഒരു തസ്തികയിലേക്ക് ഈ സ്ഥാനക്കയറ്റം ലഭിക്കുന്ന വലിയ ജോലിക്കാരുണ്ടല്ലോ, അപ്പം അവരാണ് ഇങ്ങനെ പറഞ്ഞത്. അത് വിശ്വസിച്ച് ഈ നാട്ടിൽ വന്ന പുള്ളിക്കാരത്തി ഇത് വാങ്ങിച്ചു. അതായത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന, അങ്ങും ഇങ്ങും ഒരു പിമ്പിളിൻ്റെ മാർക്കോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. ഇതങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആ മുഖം മുഴുവൻ പിമ്പിൾസും അതിൻ്റെ അത്രയും തന്നെ മാർക്സും. ആ മാർക്സ് മാറാൻ പിന്നീട് നമ്മൾ എന്തൊക്കെ പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ടി വരും, മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യത്തെ ഒരു 1 വീക്ക് യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ഈ ബോട്ടിൽ തീരുന്നതുവരെയും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ അപ്പോഴേയും ഡാമേജ് ആയിപ്പോകും. അപ്പോൾ എന്ത് പറ്റും? നമുക്ക് മനസ്സിലാവും ബ്യൂട്ടി വ്ളോഗർ പറഞ്ഞത് അപ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് പ്രൊമോഷൻ ആയിരുന്നു എന്നുള്ളത്. നമുക്ക് ഈ ബ്യൂട്ടി വ്ളോഗറിന്റെ വീട്ടിൽ ചെല്ലാൻ പറ്റുമോ? അവരുടെ താഴെ കമന്റ് സെക്ഷനിൽ പോയി കമന്റ് ഇട്ടാൽ അവരെന്ത് ചെയ്യും? അത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങളിങ്ങനെ മറ്റുള്ളവരുടെ കാര്യം പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വല്ല അബദ്ധവും പറ്റും? അതായത് ഇതുപോലുള്ള ബ്യൂട്ടി വ്ളോഗേഴ്സിനെ താങ്ങി അവരുടെ ഭയങ്കര ആരാധികമാരൊക്കെ ഉണ്ടല്ലോ, ആരാധകരൊക്കെ, അവരൊക്കെ കമന്റ് സെക്ഷനിൽ വന്ന് പറയും നിങ്ങൾക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ? എങ്കിൽ എനിക്ക് പറ്റിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഒരു 4-5 വർഷമായിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ്, ഈ കൊറോണ അതൊക്കെ മാറി ആ സമയത്തൊക്കെ ഒരു പ്രോഡക്റ്റിന് ഭയങ്കര പ്രൊമോഷൻ ആയിരുന്നു. ഈ ഫേഷ്യൽ ഹെയർസ് കളയുന്ന റേസേഴ്സ്, ഇത് യൂസ് ചെയ്താൽ മതി, ഈ റേസർ യൂസ് ചെയ്താൽ മതി, നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഗ്ലോ ആവും. അത് ഞാൻ ഇന്ന ആളുടെ പേരെന്നൊന്നും പറയുന്നില്ല, എനിക്ക് തോന്നുന്നു മലയാളത്തിലുള്ള 100% ബ്യൂട്ടി വ്ളോഗേഴ്സും എന്താ കാർമസിയോ ഇങ്ങനെയുള്ള ഓരോ പ്രോഡക്റ്റിൻ്റെ ഈ റേസേഴ്സ് ഇപ്പോഴും ഉണ്ട്. ഇത് നിങ്ങളുടെ ഫേഷ്യൽ ഹെയർ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അതായത് വടിച്ച് കളയണം. അത് കഴിയുമ്പോൾ സ്കിൻ ഭയങ്കര ഗ്ലോ ആകും, ഭയങ്കര ഫെയർ ആയിട്ട് തോന്നും.
സത്യം ഞാൻ അത് കേട്ട് വിശ്വസിച്ചിട്ട് ഇവർ പറഞ്ഞ ഈ റേസർ ഉണ്ടല്ലോ, ഫേഷ്യൽ റേസർ, അതിങ്ങനെ ഓരോ സ്ട്രിപ്പായിട്ടാണ്, ഒരു പാക്കറ്റിൽ 3 എണ്ണമാണ് തോന്നുന്നത്. അത് ഞാൻ വാങ്ങിച്ചിട്ട് ആദ്യമായിട്ട് എൻ്റെ ഫേഷ്യൽ ഹെയർ ഞാൻ വടിച്ചു കളഞ്ഞു. കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു, ഞാൻ ഇത് കഴിഞ്ഞ വർഷം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതങ്ങോട്ട് വടിച്ചു കളഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഗ്ലോ ആയി, സ്കിന്നൊക്കെ ഇങ്ങനെ മിനുമിനാന്ന് ഇങ്ങനെ ഗോൾഡൊക്കെ തേച്ച് വെച്ചതുപോലെയുള്ള ഒരു തിളക്കമൊക്കെ. എന്ത് ചെയ്തു, നമ്മൾ വീണ്ടും ഇവരുടെ വീഡിയോ കാണുകയാണല്ലോ. അപ്പോൾ അടുത്ത വ്ളോഗർ ഇങ്ങനെ പറയുന്നുണ്ട്, ബ്യൂട്ടി വ്ളോഗർ പറയാണ്, ഇതിങ്ങനെ നിങ്ങൾ ആ ഒരു ഡിറക്ഷൻ, ഹെയർ ഗ്രോത്ത് ഉള്ള ആ ഒരു ഡിറക്ഷനിലേക്ക് തന്നെ നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഹെയർ ഗ്രോത്ത് കൂടാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ശരി ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് നമ്മളിത് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കും, ഹെയർ ഗ്രോത്ത് കൂടുമായിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇങ്ങനെ നോക്കി ഭയങ്കര മൈക്രോസ്കോപ്പിക് നമ്മൾ നോട്ടമൊക്കെ നോക്കിയിട്ട് നമ്മൾ ഈ ഹെയർ വരുന്ന അതേ ഡിറക്ഷനിലേക്ക് ഞാൻ വടിക്കാൻ തുടങ്ങി. കുറച്ച് സമയമൊക്കെ എടുത്തിട്ടായിരുന്നു ഞാൻ ഈ പരിപാടി ചെയ്തത്. അപ്പോൾ ഓരോ തവണ ഇതിങ്ങനെ ഈ ഹെയർ ഇങ്ങനെ പോകുമ്പോഴും ഭയങ്കര ഗ്ലോ, ഭയങ്കര തിളക്കം, എനിക്ക് എന്നെ തന്നെ ഭയങ്കര സുന്ദരിയായിട്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ വന്നു തുടങ്ങി. ഇത് ഗ്രോത്ത് ആവുന്ന ആ സമയത്ത് ഞാൻ വീണ്ടും ഇതിങ്ങനെ ഈ ഒരു പ്രൊസീജിയർ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഷേവിങ്, അതായത് നമ്മുടെ ഫേഷ്യൽ ഹെയർ ഷേവ് ചെയ്യുക എന്നുള്ളൊരു പ്രൊസീജിയർ തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഒരു 1 ഇയർ കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഫേഷ്യൽ ഹെയർ കൂടുതലായിട്ട് ഗ്രോത്ത് ആകാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് വളരാൻ തുടങ്ങി. എന്ന് വെച്ച് ഈ കേൾക്കുന്നവരാരും വിശ്വസിക്കരുത്, പൃഥ്വിരാജിനെ പോലെ ഉണ്ണിമുകുന്ദനെയും പോലെ എൻ്റെ മുഖത്ത് നിറച്ച് ഇങ്ങനെ കട്ടത്താടി വന്നു എന്നല്ല. ഒരു പെൺകുട്ടിക്ക് അവളുടെ മുഖത്തുണ്ടാകുന്ന ഹെയറിൽ കുറച്ച് കൂടുതൽ പുഷ്ടി വെച്ച് ഇവന്മാരങ്ങോട്ട് വളരാൻ തുടങ്ങി. ഓക്കെ, അപ്പം ആഴ്ചയിൽ 1-2 തവണ മാത്രം ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് വളരെ സംതൃപ്തി അടഞ്ഞിരുന്ന ഞാൻ അത് ഒന്നടവിട്ടുള്ള ദിവസങ്ങളിലേക്ക് മാറാൻ തുടങ്ങി. ഓക്കെ, അതും ഞാൻ കണ്ടിന്യൂ ചെയ്തു. കാരണം ഈ ഒരു പ്രവൃത്തി ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനവും ഒരു സന്തോഷവും ഒരു സംതൃപ്തിയും ഒക്കെ അത് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഇതിങ്ങനെ ഇപ്പോഴും ഈ ഫേഷ്യൽ ഹെയർ ഇവരൊക്കെ പറയുന്നത് കേട്ട് വടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ പോകെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഒരു 8 മാസം മുന്നേ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡെയിലി എനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. മാത്രമല്ല ഈ ഫേഷ്യൽ ഹെയർ ഈ വടിക്കുന്ന സ്ഥലത്തൊക്കെ ഒരു ഗ്രീൻ കളറിലേക്ക് സ്കിൻ മാറാൻ തുടങ്ങി. എന്നിട്ട് ഈ കുറ്റി മീശ പോലെ വന്ന് നിൽക്കാൻ തുടങ്ങി. അവസാനം ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ഇതിനൊരു പരിധി വരെ അതായത് ഒരു സഡൻ ബ്രേക്ക് ഇട്ട് കൊടുക്കേണ്ടി വന്നത്. ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അങ്ങോട്ട് ചെന്നിരിക്കുക, ഈ മെഷീൻ കൊണ്ട് ഇങ്ങനെ ടക്ക് അല്ലെങ്കിൽ കറണ്ട് കൊണ്ട് ഇങ്ങനെ ലേസർ കൊണ്ട് ഇത് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ രോമം പറന്നു പോകും, പിന്നെ അത് വരില്ല എന്നായിരിക്കും. നമ്മൾ എണ്ണി കൊടുക്കേണ്ടത് എത്ര രൂപയാണെന്നറിയാമോ? അതായത് 12 സിറ്റിങ്ങിന് നമ്മുടെ കയ്യിൽ നിന്നാവുന്ന ഏകദേശം ഒരു 50,000-ഓളം അടുപ്പിച്ചാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ബ്യൂട്ടി വ്ളോഗേഴ്സ് തന്നെയാണ്. കഴിഞ്ഞ വർഷം, അതായത് എൻ്റെ ചാനൽ ലിസ്റ്റിൽ വീഡിയോ ലിസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, അതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്ത് പെൺകുട്ടികളെ, ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് പറയുന്നത് കേട്ട് നിങ്ങൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പോകുന്നത് അപകടത്തിലേക്കായിരിക്കും. അതായത് നമ്മൾ ഈ അപകടത്തിലേക്ക് എത്തുന്ന ദൂരം ഓരോ മനുഷ്യരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ വളരെ പെട്ടെന്നെത്തി, പക്ഷേ വേറെ ചില ആളുകൾക്ക് ചിലപ്പം ഞാൻ ഒരു 2-3 വർഷം കൊണ്ടാണ് അത് തിരിച്ചറിഞ്ഞതെങ്കിൽ മറ്റു ചില ആളുകൾ ചിലപ്പം 7-8 വർഷം എടുത്തായിരിക്കും. പക്ഷേ ഇതിൻ്റെ ആ അവസാന ദിവസം നിങ്ങൾ കാണാൻ പോകുന്ന കോലം ഉണ്ടല്ലോ, അത് ഒന്ന് തന്നെയായിരിക്കും. ഹെയർ റിമൂവ് ചെയ്യുന്ന ആ സ്ഥലത്തൊക്കെ ഭയങ്കര ഗ്രീൻ കളറിൽ വരികയും ചെയ്യും. നമ്മളെ എത്രയൊക്കെ അത് കവർ ചെയ്യാനുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുവാണെങ്കിലും ആ ഗ്രീൻ കളർ ഗ്രീൻ ആയിട്ട് തന്നെ ഇരിക്കും. ഓർക്കുക, ഈ നമ്മുടെ സ്കിന്നിലുള്ള ഈ ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറാനുള്ള ക്രീമുകളെ അവർ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഗ്രീൻ കളറിലുള്ള കുന്തങ്ങൾ മാറാൻ അവരൊന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്നൊരു കാര്യം ഓർക്കും. അവസാനം നമ്മൾക്ക് എന്ത് സംഭവിക്കും? നമ്മൾ സ്ഥിരം ഒരു ബാർബറിനെ പോലെ എന്നും വടിക്കേണ്ടി വരും നമ്മളുടെ മോന്ത. മനസ്സിലായില്ലേ? അപ്പോൾ ഇവരിത് പറയുമ്പോൾ തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് പറഞ്ഞു കൊടുക്കുക. അതായത് ഈ നോർമൽ സ്കിൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് കുറഞ്ഞ ആളുകൾക്ക് ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ഇവർ പറയുന്നത് പോലെ റിമൂവ് ചെയ്ത് കളയുവാണെങ്കിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ലായിരിക്കാം. ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ പോലും, പുരുഷന്മാർ മാത്രമാണ് ഇങ്ങനെ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഇരട്ടിയായിട്ട് വളരുന്നത്, സ്ത്രീകൾക്ക് അത് വളരില്ല എന്ന് പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കുന്ന പോലുമില്ല. കുറച്ചെങ്കിലും ഹെയർ ഗ്രോത്ത് കൂടും. ഇത് കുറയ്ക്കില്ല. ഇതെന്ത് കുറയ്ക്കാൻ എന്തെങ്കിലും മരുന്നാണോ? ഇത് ആണുങ്ങൾ യൂസ് ചെയ്യുന്ന റേസേഴ്സ് പോലെ തന്നെയുള്ള ഉപകരണം തന്നെയാണ്. ആ മെറ്റൽ തന്നെയാണ് അല്ലേ, സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. ആണുങ്ങളുടെ ഷേവിങ് സെറ്റിൻ്റെ ആ ഒരു എഡ്ജിൽ ഭയങ്കര ഷാർപ്പ് എഡ്ജായിരിക്കും. നമുക്ക് സിഗ്സാഗ് പോലെ അത്രയും ഷാർപ്പനായിട്ടുള്ള എഡ്ജല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുറിയാതെ വളരെ ലൈറ്റായിട്ട് നേരത്തെ പറഞ്ഞതുപോലെയുള്ള നല്ല റിസൾട്ടൊക്കെ കിട്ടും. പക്ഷേ ഇതിലുള്ള മെറ്റൽ ഒന്നാണ്,
ഇത് യൂസ് ചെയ്യുന്ന രീതികളൊക്കെ ഒന്നാണ്. അപ്പോൾ ഹെയർ ഗ്രോത്ത് കുറയും എന്നിവർ പറയുന്നത് തെറ്റാണ്. അതുപോലെ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാമെന്ന് പറയുന്നത് തെറ്റാണ്. ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ഇച്ചിരി കൂടാൻ, അതായത് എല്ലാവരിലും ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഹെയർ ഉണ്ടാവും, പക്ഷേ അവരുടെ ഗ്രോത്ത് വളരെ കുറവായിരിക്കും. ചിലർക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും, അത് ഈ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. യൂസ് ചെയ്തതിന് ശേഷം ഇത് ഒരു വയ്യാവേലിയായി മാറിയതിൻ്റെ ജീവനുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 1 വർഷം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഇവർ പറയുന്നൊന്നും കേൾക്കരുത്. നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇവർ പറയുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും, പക്ഷെ വലിയൊരു അപകടം പറ്റിയതിന് ശേഷമേ റിസൾട്ട് കിട്ടത്തുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് 1 ഇയർ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്കത് അനുഭവത്തിൽ വന്ന കാര്യമാണ്. ഇവർ പറയുന്നത് എല്ലാവരും ഇത് യൂസ് ചെയ്യുക, ഒരു പ്രശ്നവുമില്ല എന്നുള്ളതൊക്കെയാണ്. നമ്മുടെ ഹെയർ ആണോ അത് റിമൂവ് ചെയ്യുന്നതിനനുസരിച്ച്, ഷേവ് ചെയ്യുന്നതിനനുസരിച്ച് ഗ്രോത്ത് ഉണ്ടാകും. അല്ലെങ്കിൽ ഇപ്പം റെഗുലറായി വാക്സ് ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ ലെഗ് ആണെങ്കിൽ ഒരു 2 മാസം നിങ്ങൾ വാക്സ് ചെയ്യാതെ ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഹെയർസ് ഉണ്ടല്ലോ, നിങ്ങളുടെ കാലിൽ ആദ്യം ഉണ്ടായിരുന്ന പോലെയുള്ള ചെറിയ ഹെയർസ് ആയിരിക്കും? ഒന്നുമല്ല. അതിനൊക്കെ ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ്. ഓക്കെ, അതായത് നമ്മുടെ ആദ്യമുള്ള ഹെയർ ഈ റിമൂവ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇത് ഷേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഉണ്ടാവില്ല. പിന്നീട് വളരുന്നതുണ്ടല്ലോ, വളരെ ആരോഗ്യ ദൃഢഗാത്രന്മാരായിട്ടുള്ള രോമമായിരിക്കും. അതങ്ങനെ സംഭവിക്കത്തുള്ളൂ. അല്ലാതെ ഹെയർ ഗ്രോത്ത് കുറയാൻ വേണ്ടിയിട്ട് ആണ് നിങ്ങൾ ഫേഷ്യൽ റൈസേഴ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല എന്നിവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. ഇവർക്കും ഈ 2-3 വർഷം മുന്നേ ഈ വീഡിയോ ഇട്ട ആളുകൾക്ക് ഇപ്പം നല്ല ഗ്രോത്ത് ഉണ്ടായിരിക്കാം. പിന്നെ ഇവർക്ക് ഇൻകം കൂടുതലുള്ളത് കൊണ്ട് ഇവർ പോയി ലേസർ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് ഇതിൽ നിന്നൊക്കെ, ഞാൻ ഈ സ്കിൻ പ്രോഡക്ട്സ് ഒന്നും ഇവർ പറയുന്നത് കേട്ട് വാങ്ങിക്കില്ലായിരുന്നു. എനിക്ക് പറ്റിയ ഒരു അബദ്ധമായിരുന്നു ഇത്. ഈ ഫേഷ്യൽ ഹെയർ അങ്ങോട്ട് ഷേവ് ചെയ്ത് കളഞ്ഞപ്പോൾ നല്ല റിസൾട്ടായിരുന്നു. നല്ല സുന്ദരിയായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പിന്നീട് നമുക്ക് ആരുടെയും മുഖത്ത്, കാലങ്ങൾക്ക് ശേഷം നമുക്ക് ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയാവും. കാരണം ഇവിടെ ഇങ്ങനെ പച്ച കളറിൽ ഇരിക്കുകയാണല്ലോ. ഇതും കൊണ്ട് ആരുടെങ്കിലും മുഖത്ത് നോക്കാൻ പറ്റുമോ? അവർക്ക് തന്നെ സംശയം വരില്ലേ, ഇത് എന്താ എന്ന് അവരത് ചോദിക്കില്ലേ? എൻ്റെ അടുത്ത് അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്, ഇത്രയും ഹെയർ ഗ്രോത്ത് ആയോ എന്നുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായിരിക്കുമെന്ന്. ഹോർമോണൽ ഇംബാലൻസും ഒരു കുന്തവും ഇല്ല. ആദ്യമൊക്കെ ഈ ഹെയർ ഗ്രോത്ത് വന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, എനിക്ക് എന്തെങ്കിലും PCOD കാര്യങ്ങളോ അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല, ഇറഗുലർ പീരീഡ്സ്, അതായത് ഹോർമോണൽ ഇംബാലൻസ് ഒന്നുമില്ല. പക്ഷേ ഈ ഹെയർ ഗ്രോത്ത് ഉണ്ടായത് ഇവർ പറഞ്ഞത് കേട്ട് ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനുള്ള ഈ റൈസേഴ്സ് ഞാൻ യൂസ് ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് ഭയങ്കരമായ ഹെയർ ഗ്രോത്ത് ആയിരുന്നു. എൻ്റെ പഴയ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഓരോ പെൺകുട്ടികൾക്കും ഞാൻ തിരിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ യൂസ് ചെയ്യരുത്, നിങ്ങൾ യൂസ് ചെയ്യരുത്, നിങ്ങൾ യൂസ് ചെയ്യരുത്. കാരണം എന്താ? ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ഇറക്കേണ്ടി വരും അതിനുശേഷം. അതിൻ്റെ അവസാനം ഇങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവർ പറയുന്നത് കണ്ണും പൂട്ടി വിശ്വസിക്കും. ഒരൊറ്റ ബ്യൂട്ടി വ്ളോഗേഴ്സ് പറയുന്ന പ്രോഡക്ട്സ് നിങ്ങൾ വാങ്ങിക്കരുത്. സ്കിന്നിലും ഹെയറിലും അപ്ലൈ ചെയ്യാനുള്ള പ്രോഡക്ട്സ് നിങ്ങൾ വാങ്ങിക്കരുത്. അപ്പോൾ എല്ലാവരും അതറിഞ്ഞ് നിൽക്കുക. ഇവരൊക്കെ ചെയ്യുന്നത് പ്രമോഷനാണ്. പ്രമോഷൻ എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്നത് അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണ്, പരസ്യം. പണ്ടൊക്കെ നമ്മൾ പറയില്ലേ പരസ്യം കള്ളമാണെന്ന്, അത്രേ ഉള്ളൂ ഇവർ ചെയ്യുന്ന കാര്യങ്ങളും. പൈസയ്ക്ക് വേണ്ടി അവർ പലതും പറയും. അതിനപ്പുറത്തേക്ക് ആധികാരികമായി ഒരു കാര്യങ്ങളെക്കുറിച്ചും, അവർ പറയുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് യാതൊരു വിവരവും ഇല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. മറ്റു കാര്യങ്ങളെക്കുറിച്ചല്ല കേട്ടോ. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല കാര്യപ്രാപ്തിയും വിവരവും ഒക്കെ ഉള്ളവരാണ്. ഇവരുടെ കയ്യിലിരിക്കുന്ന ഈ പ്രോഡക്റ്റിനെ കുറിച്ചും ഇതെങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്കിന്നിനെ കുറിച്ചോ ഹെയറിനെ കുറിച്ചോ ആധികാരികമായിട്ട് യാതൊരു കാര്യങ്ങളും അറിവില്ലാത്ത ആളുകളാണ് ഇവർ എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അല്ലാതെ ഇവരെയാണ് ഞങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റുകൾ എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നാൽ ഹദാഹുദ എനിക്ക് പറ്റിയതുപോലെ ഇരിക്കും. ഇനി മറ്റൊരു വ്യക്തിയെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം അവരെന്താണ് ചെയ്യുന്നതെന്ന്. മനസ്സിലായില്ലേ? അപ്പം അതൊക്കെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ഫേക്ക് പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം. പല ആളുകളും വിശ്വസിച്ച് അവർ പറയുന്നത് പോലെ ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യും. അവരൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഭയങ്കര വലിയ പ്ലാസ്റ്റിക് സർജറികളും ഫില്ലേഴ്സും ഒക്കെ യൂസ് ചെയ്ത് ഫേഷ്യൽ സ്ട്രക്ചർ, അതായത് റീസ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ മസാജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഇതൊക്കെ പ്രോഡക്ട്സ് ഉപയോഗിച്ച് നിങ്ങളിങ്ങനെ മസാജ് ചെയ്യൂ എന്ന് പറഞ്ഞത് കേട്ട് നിങ്ങൾ അവിടെ ഇവിടെയും മസാജ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. ആ പ്രോഡക്റ്റ് നല്ല ലാഭത്തിൽ വിറ്റ് പോവുകയും ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ നാളെയോ മറ്റന്നാളോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുവരെ എല്ലാവരോടും താങ്ക് യു സോ മച്ച്.